الله 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 ما لنا مولى سوى الله 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 ما لنا مولى سوى الله كلما ناديت يا അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ അസർ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ പിറ്റേ ദിവസത്തിൽ ഫുള്ള് കാര്യം കൂടെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അടുത്ത വീഡിയോയിൽ മുറ്റം കാണിച്ചു തരാമെന്ന്. ഇതാണ് ഈ വീട്ടിലെ മുറ്റം. ഇവിടെ ഒരു പനയൊക്കെ ഉണ്ട്, അതിൽ 3-4 കൊല കായ്കളും പിടിച്ചിട്ടുണ്ട്. തുണിയൊക്കെ കഴുകിയിട്ട് ഇവിടെയാണ് ഉണങ്ങാനും ഇടുന്നത്. ഞാൻ രാവിലെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ് മനസ്സിൽ. പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇക്ക വരുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിക്കുമല്ലോ. നമുക്കാണെങ്കിൽ കുറേ നടക്കാനുണ്ട്, ബസ് സ്റ്റോപ്പിൽ നിന്നും കുറേ നടക്കാനുണ്ട്. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണമുള്ള ദിവസമൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം കാണണേ എന്ന്. നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുള്ളൂ തണുത്ത വെള്ളമൊക്കെ. അരങ്ങി വെള്ളമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ച ശേഷം അരിപ്പൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അരിപ്പ് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും വന്നായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൻ കേക്കാണ്. ഓട്സും പഴവും മുട്ടയും പാലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പണ്ട് ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഉമ്മ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. ഉമ്മ ഇങ്ങനെ ഓരോ പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഞാൻ ഇളക്കിയിട്ട് കുക്കറി ഷോ പോലെ പറയുമായിരുന്നു. അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സലാഡും കൂടെ ഉണ്ടാക്കിയായിരുന്നു പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇശായ്ക്ക് നിസ്കരിച്ച് അതിന് ശേഷം കിടന്നായിരുന്നു. ഇവിടെ വരുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടുത്തെ ബാങ്കൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കുമെന്ന്. ഇവിടെ ഒത്തിരി ദൂരെയാണ് പള്ളി. നമ്മൾ മുറ്റത്തിറങ്ങിയാൽ ഒത്തിരി നല്ലപോലെ കേൾക്കാം, അകത്തിരുന്ന് അങ്ങനെ കേൾക്കത്തില്ല ബാങ്കൊന്നും. നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം മുറ്റത്ത് നിന്ന് കേൾക്കുന്ന ബാങ്കിൻ്റെ സൗണ്ട്. ഇത്തിരി ദൂരെ ആയതുകൊണ്ട് പതുക്കെ കേൾക്കാൻ പറ്റും. ഇനി അടുത്ത ദിവസത്തിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ റെഡിയാക്കും. എനിക്ക് രാവിലെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം രാവിലേക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീർക്കണം.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. ഇത് ഇക്കാടെ റെസിപ്പിയാണ്. മുട്ട പുഴുങ്ങിയതും പിന്നെ അവക്കാഡോയെ സ്മാഷ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയ ശേഷം അതിൻ്റെ അകത്ത് വെക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇക്ക പോയായിരുന്നു. രാവിലെ കുക്ക് ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ റൂമും അടുക്കളയും എല്ലാം തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തൂത്ത് പിന്നെ ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മൺചട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പുതിയതായതുകൊണ്ട് കറി വെക്കുമ്പോൾ മണ്ണിൻ്റെ രുചി വരാതിരിക്കാൻ വേണ്ടിയിട്ട് തേയിലയിട്ട് വെള്ളം തിളപ്പിക്കണമെന്ന് ഞാൻ യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ തിളപ്പിക്കാമെന്ന്. നല്ലപോലെ തേയില വെള്ളം തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കി ഇടണം. അപ്പോൾ ഈ മൺചട്ടിയുടെ ചൂട് കാരണം തേയില വെള്ളം പകുതിയായിട്ട് കുറയും. എന്നിട്ട് മൺചട്ടി തണുത്ത് കഴിഞ്ഞിട്ട് ഈ തേയില വെള്ളം എല്ലാം ചരിച്ച് കളഞ്ഞിട്ട് തുടച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ എണ്ണ തടവി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്തു വെച്ചു. കഴിഞ്ഞപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകിയിട്ട് എനിക്ക് മനസ്സിലായത് ഇത് മൈലാഞ്ചി മരമാണെന്ന്. ഒരു ദിവസം അരച്ച് നോക്കണം. നമ്മളെ വീട്ടിലും മൈലാഞ്ചി ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്രയ്ക്ക് ചുമപ്പ് വരത്തില്ലായിരുന്നു. ഇതിന് നല്ല ചുവപ്പുണ്ടാന്ന് നോക്കാം. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ളുഹർ നിസ്കരിച്ചായിരുന്നു. ളുഹറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസറിൻ്റെ ബാങ്കൊക്കെ കേട്ട് അങ്ങനെ അസറൊക്കെ നിസ്കരിച്ച് വിചാരിച്ചു ഇന്ന് ചോക്ലേറ്റ് കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന്. എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കസ്റ്റാർഡ് പൗഡറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ പഴവും കൂടി ചേർക്കുന്നുണ്ട് ഇത്തിരി കട്ടിക്ക് വേണ്ടിയിട്ട്. പഴവും കുറച്ച് കോഫി പൗഡറും കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് കാഷ്യൂവും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് അടിച്ചെടുക്കും. തണുക്കാൻ വെച്ച് പാലെടുത്തിട്ട് അതിൽ ഈ അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കും. ഐസ് ക്യൂബ്സും കൂടെ ഉണ്ടെങ്കിൽ ഇടണം. എൻ്റെ കയ്യിലിപ്പോൾ ഐസ് ക്യൂബ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ അടിച്ചെടുത്തത് ഫ്രീസറിൽ തന്നെ വെച്ച് നല്ല തണുപ്പാവാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരുന്ന തുണികളെല്ലാം എടുത്ത് മടക്കി വെച്ചായിരുന്നു. പിന്നെ മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കേട്ടപ്പോൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കായും വന്നായിരുന്നു. ഞാൻ മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയിലത്തേക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയുടെ മാവ് അല്ലാതെ പാക്കറ്റായിട്ട് വാങ്ങിയതാണ്. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഷായുടെ ബാങ്കൊക്കെ കേട്ടപ്പോൾ ഇഷായൊക്കെ നിസ്കരിച്ചായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. കമൻറ്റിൽ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. നമുക്ക് ചിലപ്പോൾ ബോറടിച്ച് കാണുമായിരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോ ഇടാം.